ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻകം ടാക്സിനകത്തുള്ള അഡ്വാൻസ് ടാക്സ് ആണ്. നമ്മൾ ഇൻകം ടാക്സ് സ്റ്റാർട്ട് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ബേസിക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ, അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഏത് വർഷമാണോ ഇൻകം നിങ്ങൾ ഏൺ ചെയ്യുന്നത് അതിനെ പ്രീവിയസ് ഇയർ എന്നും, ആ ഏൺ ചെയ്ത ഇൻകം എപ്പോഴാണോ ടാക്സ് പേ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്തെന്നും പറഞ്ഞു? അസസ്മെൻറ്റ് ഇയർ എന്നും പറഞ്ഞു, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഏത് വർഷമാണോ നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്നത് അതിനെ പ്രീവിയസ് ഇയർ ആയിട്ടും പറഞ്ഞു. ആ പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കുന്ന ഇൻകത്തിന് എപ്പോഴാണോ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, ടാക്സ് ലൈബിലിറ്റി വരുന്നത്, അതിനെ നമ്മൾ എന്തെന്നും പറഞ്ഞു? അസസ്മെന്റ് ഇയർ എന്നും പറഞ്ഞു. പക്ഷേ അണ്ടർ അഡ്വാൻസ് ടാക്സ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ അഡ്വാൻസ് ടാക്സിന്റെ ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പേ ആസ് യു ഏൺ. നിങ്ങൾ എപ്പോഴാണോ ഏൺ ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ എന്തും കൂടെ പേ ചെയ്യുക, ടാക്സ് ലൈബിലിറ്റിയും കൂടെ പേ ചെയ്യുക. മനസ്സിലായി? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനകത്ത് എൻ്റെ ക്ലയൻസിനകത്ത് വരുന്ന സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരവരുടെ ഫോം തരും. ദാറ്റ് മീൻസ് അവർ സാലറീഡ് പേഴ്സൺ ആയിരിക്കും. അവർക്ക് ഒരു വർഷം ഇത്രയും രൂപ സാലറി ഉണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി നേരത്തെ തന്നെ അറിയാം. മനസ്സിലായി? ദാറ്റ് മീൻസ് അവർക്ക് വേറെ അതർ സോഴ്സ് ഓഫ് ഇൻകംസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അവർക്ക് ഒരു വർഷം ഇത്ര രൂപയാണ് സാലറി എന്നറിയാം. അവർക്ക് ഇന്ന ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. സോ അവരുടെ ഒരു വർഷത്തെ ടാക്സ് ലൈബിലിറ്റി ഇത്ര രൂപയാണെന്നും അറിയാം. അങ്ങനെ അറിയുന്ന സമയത്ത് അവർ ഈ പ്രീവിയസ് ഇയറിൽ തന്നെ സെർട്ടൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഈ ടാക്സ് ലൈബിലിറ്റിയുടെ സെർട്ടൻ പെർസെൻറ്റേജ് സെർട്ടൻ ഇൻ്റർവെലിലായിട്ട് പേ ചെയ്യും. എങ്ങനെയായിരുന്നു? അസസ്മെന്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യുന്നില്ല. അവരുടെ പ്രീവിയസ് ഇയറിനകത്ത് ഉണ്ടാവുന്ന ദ ടേം എസ്റ്റിമേറ്റഡ് ഇൻകം, യൂസ് ചെയ്യുന്ന ടേം ആലോചിക്കണം, എസ്റ്റിമേറ്റഡ് ഇൻകം. ദാറ്റ് മീൻസ് ഈ പ്രീവിയസ് ഇയറിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള എസ്റ്റിമേറ്റഡ് ഇൻകം എത്രയാണെന്ന് അവർ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ എസ്റ്റിമേറ്റഡ് ഇൻകത്തിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസോ റിലീഫ്സോ റിബേറ്റ്സോ ആ സാധനങ്ങളെല്ലാം നമ്മൾ മൈനസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുന്നു. ആ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അസസ്മെന്റ് ഇയറിൽ പേ ചെയ്യാനുള്ളതാ, അല്ലേ? പക്ഷേ അണ്ടർ അഡ്വാൻസ് ടാക്സ് ഇവിടെ പറയുന്നത് ആ എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റിയുടെ ഇത്രയും ശതമാനം വെച്ച് പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പേ ചെയ്യാൻ പോവാ. എന്നിട്ട് അസസ്മെന്റ് ഇയറിൽ നിങ്ങൾ ആ പേ ചെയ്തതിന്റെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. മനസ്സിലായി? ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളും അങ്ങനെയായിരിക്കും. അതായത് ആ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇൻകം ടാക്സിന്റെ ലൈബിലിറ്റി ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടാവും. മനസ്സിലായി? അതിനകത്ത് ഈ പറയുന്നത് പോലെ 2, 3, 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അഡ്വാൻസ് ടാക്സ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടാവും. സോ ഇത്രയാണ് ഇപ്പോഴത്തെ ടാക്സ് ലൈബിലിറ്റി. അതിനകത്ത് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ തന്നെ ഇത്രയും രൂപ നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. സോ ബാലൻസ് ഇപ്പം ഇത്രയും കൂടെ അടച്ചാൽ മതി. അല്ലെങ്കിൽ ബാലൻസ് ഇത്രയും രൂപ നമുക്ക് എന്തായിട്ട് കിട്ടണം? റീഫണ്ട് ആയിട്ട് കിട്ടണം. സോ ഇതാണ് അഡ്വാൻസ് ടാക്സിന്റെ പ്രോസസ്സ്. സോ പറഞ്ഞ കാര്യം, ആ പ്രോസസ്സ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയറിനകത്ത് ഉണ്ടാവാൻ പോകുന്ന എസ്റ്റിമേറ്റഡ് ആയിട്ട് കയറി വരുന്ന നമ്മുടെ ഇൻകം എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നു. ആ എസ്റ്റിമേറ്റഡ് ഇൻകത്തിനകത്ത് നിന്ന് നമ്മുടെ എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുന്നു. ആ ടാക്സ് ലൈബിലിറ്റിയുടെ സെർട്ടൻ പെർസെൻറ്റേജ് സെർട്ടൻ ഇൻ്റർവെലിലായിട്ട് നമ്മൾ പേ ചെയ്യും. ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ തീരുമ്പോൾ തന്നെ, ദാറ്റ് മീൻസ് 31 മാർച്ച് ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മുടെ ടാക്സ് ലൈബിലിറ്റി ഫുൾ ആയിട്ട് പേ ചെയ്യാൻ പോവാം. എന്നിട്ട് അസസ്മെന്റ് ഇയറിനകത്ത് നമ്മൾ നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. റിട്ടേൺ ഫയൽ ചെയ്യുക മീൻസ് ഇന്നൊക്കെയാണ് നമ്മുടെ ഇൻകം, ഇത്രയാണ് നമ്മുടെ ടാക്സ് ലൈബിലിറ്റി, അതിനകത്ത് ഇത്രയൊക്കെ രൂപ നമ്മൾ എന്തായിട്ട് തന്നെ പേ ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെ പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. മനസ്സിലായി? സോ ദ ടേം പേ ആസ് യു ഏൺ, നിങ്ങൾക്ക് എപ്പോഴാണോ ഇൻകം കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് പേ ചെയ്യാണ്? ഈ ടാക്സ് ലൈബിലിറ്റി പേ ചെയ്യാൻ പോവുക ത്രൂ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഇതാണ് അഡ്വാൻസ് ടാക്സിന്റെ ബേസ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസും കുറച്ച് കാര്യങ്ങളും കുറച്ച് റൈറ്റ്സ് കുറച്ച് ഡേറ്റ്സ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കി, അപ്ലിക്കബിൾ ടു അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന സാധനം ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ? ഓൾ അസസീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സിറ്റിസൺഷിപ്പ്. ദാറ്റ് മീൻസ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. അതിനകത്ത് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. സോ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും വേണ്ട, അവരുടെ സിറ്റിസൺഷിപ്പോ കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യേണ്ട. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന സാധനം എല്ലാ അസസിനും അപ്ലിക്കബിൾ ആണ് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ്, okay, where the advance tax liability of the assessee is 10,000 or more, the assessee should pay such advance tax in the previous year itself within the due dates.
മനസ്സിലായി? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻകം കണ്ടുപിടിച്ചു. ആ എസ്റ്റിമേറ്റഡ് ഇൻകത്തിനകത്ത് നിന്നുണ്ടാവുന്ന എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി നോക്കി. ആ എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഏതിന് മുകളിലാണെങ്കിൽ 10,000 റുപ്പീസിന് മുകളിലാണെങ്കിൽ, ആക്ച്വൽ അല്ല കേട്ടോ, ആ എസ്റ്റിമേറ്റഡ് ഇൻകത്തിൽ നിന്നുണ്ടാവുന്ന എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 10,000 മുകളിലാണെങ്കിൽ ആ സെർട്ടൻ ഡ്യൂ ഡേറ്റ്സ്, ആ ഡ്യൂ ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആ ഡ്യൂ ഡേറ്റ്സിനകത്ത് നമ്മൾ എന്ത് പേ ചെയ്തിരിക്കണം? ഈ പറയുന്ന പോലെ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിരിക്കണം. മനസ്സിലായി? സോ പോയിന്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്പർ 1, റെസിഡൻഷ്യൽ സ്റ്റാറ്റസോ സിറ്റിസൺഷിപ്പോ ഇവിടെ യാതൊരു കാരണവശാലും പ്രശ്നമേ അല്ല. ആൻഡ് നമ്പർ 2, നമ്മുടെ എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്ന സാധനം ഏതിനേക്കാൾ കൂടുതലായിരിക്കണം? 10,000-നേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെർട്ടൻ ഡ്യൂ ഡേറ്റ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പോലെ അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടി വരും. ഈ സെന്റൻസിനകത്ത് രണ്ട് കാര്യങ്ങൾക്കാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്താണ് അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി എന്താണെന്ന് അറിയണം. ആൻഡ് സെക്കൻഡ് വൺ, എന്തൊക്കെയാണ് ഡ്യൂ ഡേറ്റ്സ് അല്ലേ? സോ ഇവിടെ നോക്കി, സെക്ഷൻ 209 പ്രകാരം അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, എസ്റ്റിമേറ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഇൻകം കവേർഡ് അണ്ടർ സെക്ഷൻ 44AD. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന സാധനം വേണ്ട. നമ്മൾ PGBP-ക്കകത്ത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്താണെന്ന് പറഞ്ഞ അല്ലേ? അതല്ലാതെ ബാക്കി വരുന്ന എസ്റ്റിമേറ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിനകത്ത് നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്തു, നമുക്ക് എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് കിട്ടി. ആ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ ഗ്രോസ് ലൈബിലിറ്റി കണ്ടുപിടിച്ചു. ആ ഗ്രോസ് ലൈബിലിറ്റിയിൽ നിന്ന് നമ്മുടെ റിബൈറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരമുള്ള റിബൈറ്റ് മൈനസ് ചെയ്യാമെങ്കിൽ ആ റിബൈറ്റ് മൈനസ് ചെയ്തു. ടാക്സ് ലൈബിലിറ്റി ആഫ്റ്റർ റിബൈറ്റ് കിട്ടും. സർചാർജ് അപ്ലിക്കബിൾ ആണെങ്കിൽ സർചാർജ് ആഡ് ചെയ്യാം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ലൈബിലിറ്റി ആഫ്റ്റർ സെസ് കിട്ടും. ഇതിൽ നിന്ന് TDSO, TCSO, ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് സോഴ്സ് ഓർ അതർ റിബേറ്റ് ഓർ റിലീഫോ മൈനസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടും. ഇത് ഓർത്തിരിക്കേണ്ടത്, ഇത് എന്ത് മാത്രമാണ്? എസ്റ്റിമേറ്റഡ് ഫിഗർ മാത്രമാണ്. മനസ്സിലായോ? ഇത് നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് ഫിഗർ മാത്രമാണ്. ഇത് ഏതിന് മുകളിലാണെങ്കിൽ 10,000-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന സ്കീമിന് അണ്ടറിൽ കയറി വരുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേർഡ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി, എസ്റ്റിമേറ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലാതെ ഏതല്ല, ആക്ച്വൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നല്ലാതെ എഴുതിയിരിക്കണേ. ആ ഒരു വർഷം, ആ ഒരു പ്രീവിയസ് ഇയറിനകത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഈ പറയുന്ന പോലെ ഡിഡക്ഷൻ മൈനസ് ചെയ്യാം, ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാം. ഏത് നോക്കാം? റിബേറ്റ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം, സർചാർജ് ആഡ് ചെയ്യാം, റിലീഫോ റിബേറ്റോ TDSO TCSO ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നോർമൽ ടാക്സ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കണ്ടുപിടിക്കാം ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റഡ് ഇൻകം. അതിൻ്റെ ലയബിലിറ്റി 10,000-ന് മുകളിലാണെങ്കിൽ ആ പറയുന്ന ഡ്യൂ ഡേറ്റ്സിനകത്ത് ആ പറയുന്ന പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നിങ്ങൾ എന്തായിട്ട് അടയ്ക്കണം? ടാക്സ് ആയിട്ട് അടയ്ക്കണം. സെക്ഷൻ 209. മനസ്സിലായോ? സോ അങ്ങനെ 10,000-ന് മുകളിലാണ് എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി വരുന്നതെങ്കിൽ ഇവിടെ നോക്കി, സെക്ഷൻ 211, ദാറ്റ് മീൻസ് 211 പ്രകാരം നമുക്ക് ഡ്യൂ ഡേറ്റ്സ് തന്നിട്ടുണ്ട്. നോക്കി, an eligible assessee in respect of an eligible business referred into section 44AD and 44ADA. അതായത് പെർസെപ്റ്റീവ് ടാക്സേഷന്റെ കീഴിൽ വരുന്ന അസസീസ് ആണെങ്കിൽ അവർക്ക് ഒറ്റ ഡ്യൂ ഡേറ്റേ ഉള്ളൂ, ഓൺ ഓർ ബിഫോർ March 15. മനസ്സിലായി? 100% ഓഫ് അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി അവർ അടച്ചിരിക്കണം. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ സെക്ഷൻ 44ADO ADAക്കകത്തോ വരുന്ന ബിസിനസ് ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. സോ ആ നമ്മളിപ്പോഴും പ്രീവിയസ് ഇയറിൽ തന്നെ കേട്ടോ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളിപ്പോഴും പ്രീവിയസ് ഇയറിലാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2019, 2020 ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് വിചാരിക്കുക. 2020-21 നമ്മൾ ടാക്സ് അടക്കേണ്ടത് അല്ലേ? 2020-21 നമ്മൾ പഠിച്ച പ്രകാരം 2020-21 ടാക്സ് അടക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോഴും എവിടെ തന്നെ നിൽക്കണേ? 2019-2020 തന്നെ നിൽക്കണേ. സോ നിങ്ങൾ 44ADO പ്രകാരം പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ കീഴിൽ വരുന്ന അസസീസ് ആണെങ്കിൽ നിങ്ങൾ 2019-2020 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിനകത്ത്, പ്രീവിയസ് ഇയർ എപ്പോഴാണ് തീരണേ? 31 March 2020 തീരണേ അല്ലേ? സോ ബിഫോർ 15th March ഓഫ് ദിസ് പ്രീവിയസ് ഇയർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് അഡ്വാൻസ് ടാക്സ് ലൈബിലിറ്റി എത്രയാണോ അതിന്റെ 100% പേ ചെയ്യണം. ഞാൻ ഇപ്പോഴും പറയുന്നു, അത് എസ്റ്റിമേറ്റഡ് ഫിഗർ ആണ്, അത് ആക്ച്വൽ ഫിഗർ അല്ല. നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ ഫിഗർ എത്രയാണെന്ന് മനസ്സിലാവണേ. എന്നിട്ട് ആ ആക്ച്വൽ ഫിഗറും ഈ എസ്റ്റിമേറ്റഡ് ഫിഗറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആക്ച്വൽ ടാക്സ് ലൈബിലിറ്റിയും എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതലാണെങ്കിൽ നമുക്ക് റീഫണ്ട് തരും, കുറവാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ടാക്സ് ലൈബിലിറ്റി അടച്ചാൽ മതി.
ചെയ്ത കാര്യം മനസ്സിലായല്ലോ? എളുപ്പമാണ്. ചെയ്ത കാര്യം മനസ്സിലായെങ്കിൽ എളുപ്പമാണ്. സോ ഫസ്റ്റ് കാറ്റഗറി ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് 44 ADO 44 ADAക്കകത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഒറ്റ ഏത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഡ്യൂ ഡേറ്റേ ഉള്ളൂ. എപ്പോഴാണ്? ആ പ്രീവിയസ് ഇയർ തീർന്നതിന് തൊട്ട് മുമ്പുള്ള 31 മാർച്ച്, 15th മാർച്ച്. ഇനി നിങ്ങൾ വേറെ ഈ 44 ADയും ADക്കകത്തും വരുന്ന അസസീസ് അല്ല, വേറെ ടൈപ്പ് ഓഫ് അസസീസ് ആണെങ്കിൽ അവിടെ നോക്കി ഓൺ ഓർ ബിഫോർ ജൂൺ 15 എത്ര ശതമാനം? ആ കണ്ടുപിടിച്ചിരിക്കുന്ന അഡ്വാൻസ് ടാക്സിന്റെ 15% അടക്കണം. മനസ്സിലായോ? ഓൺ ഓർ ബിഫോർ സെപ്റ്റംബർ 15 എത്ര അടക്കണം? 45% അടക്കണം. ആൻഡ് ഓൺ ഓർ ബിഫോർ ഡിസംബർ 15 എത്ര ശതമാനം അടക്കണം? 75% അടക്കണം. ഓൺ ഓർ ബിഫോർ മാർച്ച് 15 എത്ര അടക്കണം? 100% അടക്കണം. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോഴും പ്രീവിയസ് ഇയറിൽ തന്നെ നിൽക്കണേ അല്ലേ? പ്രീവിയസ് ഇയറിൽ നമുക്ക് ഒരൊറ്റ ഇൻകമേ ഉള്ളൂ, സാലറി ഇൻകം ഉള്ളൂ. വേറെ ഒരു ഇൻകമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അതിനകത്ത് പറയുന്നില്ല. സോ നമുക്ക് എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 15,000 rupees വന്നു എന്ന് വിചാരിക്കുക. എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 15,000 rupees വന്നു എന്ന് വിചാരിക്കുക. സോ നമ്മൾ അഡ്വാൻസ് ടാക്സിന് കീഴിൽ വന്നില്ലേ? 10,000 മുകളിലല്ലേ? ഇത് ആക്ച്വൽ ഫിഗർ അല്ല കേട്ടോ, ഇത് ഈ വർഷം ഞാൻ അടക്കേണ്ടി വരുന്ന ഒരു ടാക്സാണ്. മനസ്സിലായി? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 15,000 ഈ വർഷം ടാക്സ് ലയബിലിറ്റി വരുമെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്താൽ ഈ 15,000ന്റെ 15% ഏതിന് മുമ്പായിട്ട് അടക്കണം? ജൂൺ 15 മുമ്പായിട്ട് അടക്കണം. മനസ്സിലായി? ജൂൺ 15 മുമ്പായിട്ട് ഇതിന്റെ 15% അടക്കണം. ആൻഡ് സെപ്റ്റംബർ 15 മുമ്പ് ബാലൻസ് 30% കൂടെ അടക്കണം. മനസ്സിലായി? കാരണം എന്താ? സെപ്റ്റംബർ 15 45% കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെപ്റ്റംബർ 15 മുമ്പ് 45% കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ബാലൻസ് 30% കൂടെ അടക്കണം. ആൻഡ് ഡിസംബർ 15 അപ് ടു 75% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എഗെയിൻ എത്രയും കൂടെ അടക്കേണ്ടി വരും? 30% കൂടെ അടക്കേണ്ടി വരും. ആൻഡ് മാർച്ച് 15 മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 100% ഫിനിഷ് ചെയ്യേണ്ടി വരും. സോ ആ പ്രോസസ്സ് മനസ്സിലാക്കുക. 209 പ്രകാരം എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതിനെ ഈ പറയുന്നത് പോലെ നിങ്ങൾ ആ മന്ത് ഒന്ന് ഓർത്തിരിച്ചാൽ മതി. ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ? ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. സോ ഏപ്രിൽ, മെയ് കഴിഞ്ഞ് ജൂൺ, 3-ാം മാസം 15-ാം തീയതി. ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അടുത്ത 3 മാസം. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, അടുത്ത 3 മാസം. ഡിസംബർ കഴിഞ്ഞാൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഞാൻ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓരോ 3 മാസം എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. വൺസ് അഗൈൻ ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ 15 അല്ലേ? ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബർ 15. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ 15. ആൻഡ് ലാസ്റ്റ് വൺ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ച് 15. ചെയ്ത കാര്യം മനസ്സിലായോ? സോ ആ പെർസെൻറ്റേജ് ഓർത്തിരിക്കാം. എങ്ങനെയാണ്? 15 ആണ്, 45 ആണ്, 75 ആണ്. ആൻഡ് ലാസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്യാൻ 25%. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രോബ്ലത്തിനകത്ത് കയറി വരുന്ന കുറച്ച് സ്പെഷ്യൽ നോട്ട്സും കൂടെ പറയാം. നോക്കി, എനി എമൗണ്ട് അണ്ടർ സെക്ഷൻ 211 ഓൺ ഓർ ബിഫോർ 31st March of the previous year shall be treated as advance tax paid during the financial year. ആ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ പറഞ്ഞിരിക്കണേ? 31st മാർച്ചിന് മുമ്പായിട്ട് നമ്മൾ അടയ്ക്കുന്ന എല്ലാ എമൗണ്ടുകളെയും നമുക്ക് ഏതിൻ്റെ കാറ്റഗറിക്കകത്ത് തന്നെ കൊണ്ടുവരാം? അഡ്വാൻസ് ടാക്സിനകത്ത് തന്നെ കൊണ്ടുവരാം. ആ ഡ്യൂ ഡേറ്റിനകത്ത് അടച്ചില്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വരും എന്ന് മാത്രം. മനസ്സിലായി? ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. സോ ആ ഡ്യൂ ഡേറ്റിനകത്ത് നിങ്ങൾ അടച്ചില്ലെങ്കിൽ നമുക്കൊരു സെർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വരും. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അടയ്ക്കാം. ഏത് വരെ അടയ്ക്കാം? മാർച്ച് 31st വരെ അടയ്ക്കാം. ആ അടയ്ക്കുന്നതിനെ ഫുള്ളായിട്ട് നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. സോ വൺസ് അഗൈൻ, എനി എമൗണ്ട് അണ്ടർ സെക്ഷൻ 211 on or before the 31st March of the previous year shall be treated as advance tax paid during the financial year. മനസ്സിലായി? ആ ഡ്യൂ ഡേറ്റിനകത്ത് അടച്ചില്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 31st മാർച്ചിന് മുമ്പായിട്ട്, ദാറ്റ് മീൻസ് ആ പ്രീവിയസ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അടയ്ക്കുന്ന എല്ലാ ടാക്സ് എമൗണ്ടുകളെയും നമ്മൾ ഏതായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണേ? അഡ്വാൻസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണേ. ആൻഡ് ദ സെക്കൻഡ് വൺ, where an assessee is a senior citizen, the important point ആട്ടോ, where the assessee is a senior citizen or a super senior citizen and does not have any income chargeable under the head PGBP, provision of advance tax is not applicable. അതായത് നിങ്ങളൊരു സീനിയർ സിറ്റിസണോ നിങ്ങളൊരു സൂപ്പർ സീനിയർ സിറ്റിസണോ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് PGBP പ്രകാരം യാതൊരു തരത്തിലുള്ള ഇൻകവും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ്, in other words, the senior citizen not having business income is not liable to pay advance tax.
സീനിയർ സിറ്റിസൺ ആണ്, അവർക്ക് PGBP പ്രകാരം ഇൻകം ഇല്ലെങ്കിൽ അവർക്ക് ഏതിൻ്റെ പുറകെ പോകണ്ട, ഈ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നതിൻ്റെ പുറകെ പോകണ്ട. And the third one, every income including, ശ്രദ്ധിച്ചോ, every income including capital gain, winning from lotteries, etc. is subject to advance tax. However, it is not possible to estimate the capital income or capital gain or other income under the head PGBP accrues or arises the first time. Therefore, where the assessee has paid the amount of tax payable in respect of such income as part of the remaining installment of the advance tax which were due, and where no installment were due by March 31st of the financial year immediately preceding the previous year. മനസ്സിലായോ? അതായത് ഒരു 3 കേസിനകത്ത് നമുക്ക് എക്സംഷൻ തരണയാണ്. നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻകം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് അതിൻ്റെ പാർട്ടൊക്കെ അടച്ചിരിക്കണം. മനസ്സിലായോ? നമുക്ക് ജനുവരി 5-ാം തീയതി 1 കോടി രൂപ ലോട്ടറി അടിച്ചു. ആലോചിച്ച് നോക്കി, നമ്മൾ വെറും ഒരു സാലറീഡ് പേഴ്സൺ തന്നെയായിരുന്നു. ആ സാലറീഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് നമ്മുടെ ടാക്സ് ലൈബിലിറ്റി 15,000 റുപ്പീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ 15,000-ൻ്റെ ആ സർട്ടൻ പെർസെൻറ്റേജുകൾ വെച്ച് നമ്മൾ അടച്ചു വന്നത് അല്ലേ. 15% അടച്ചു, 30% അടച്ചു, 75% അടച്ചു. ഡിസംബർ 31 മുമ്പ്, ഡിസംബർ 15 മുമ്പ് നമ്മൾ 75% കംപ്ലീറ്റ് ചെയ്തു. ഇത് ജനുവരിയിലാണ് നമുക്ക് 1 കോടി രൂപ ലോട്ടറി അടിക്കുന്നത്. 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് കൂടിയില്ലേ അല്ലേ? ഇപ്പം സാലറി ആയിട്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു 8-9 ലക്ഷമാണെന്ന് വിചാരിക്കുക. 1 കോടി രൂപ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി ജനുവരിയിൽ, വീട് വിറ്റപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം അങ്ങ് കൂടും അല്ലേ. നമ്മൾ ഓൾറെഡി നമ്മൾ എപ്പോഴൊക്കെ അടച്ചു, ജൂണിലും സെപ്റ്റംബറിലൊക്കെ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചു. സോ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് നമ്മുടെ ബാലൻസ് ഇൻസ്റ്റാൾമെൻറ്റിൽ തീർത്താൽ മതി, അല്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ മാർച്ച് 15 മുമ്പായിട്ട് അടച്ചു തീർത്താൽ മതി. ചെയ്താൽ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഇനി മാർച്ച് 15 കഴിഞ്ഞാണെങ്കിൽ മാർച്ച് 31 വരെ സമയമുണ്ട്. മനസ്സിലായോ? ഓക്കെ, അതായത് മാർച്ച് 15 ശേഷം ലോട്ടറി അടിച്ച് എന്ത് ചെയ്യും? എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ഇവിടെ പറയുന്നത് എങ്ങനെയാ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിക്ക് അതാണ് പറയണേ. അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ മാർച്ച് 15 വരും. അത് വേണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി? ഇങ്ങനെ വരുന്ന നോൺ റെക്കറിംഗ് ആയിട്ട് വരുന്ന ഇൻകംസ് കിട്ടുകയാണെങ്കിൽ അവിടെ മാർച്ച് 31 മുമ്പായിട്ട് നിങ്ങൾ എന്താ അടച്ച് ക്ലോസ് ചെയ്താൽ മതി? അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. അവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ, ആൻഡ് ദ സെക്കൻഡ് വൺ കാഷ്വൽ ഇൻകംസ്, ആൻഡ് ദ തേർഡ് വൺ ഫസ്റ്റ് ടൈമിൽ നിന്നുണ്ടാവുന്ന ബിസിനസ് ഇൻകം അല്ലേ. ബിസിനസ് 2, 4, 5 വർഷം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് എത്രയാണെന്ന് അസസ് ചെയ്യാം. അതങ്ങനെയല്ലെങ്കിലും. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മാർച്ച് 31 മുമ്പായിട്ട് അടയ്ക്കുന്ന എല്ലാ ടാക്സുകളെയും നമുക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, while calculating the advance tax, net agricultural income shall also be taken into consideration for computing tax liability. ഏതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, അഗ്രികൾച്ചറൽ ഇൻകം കൂടെ ഇൻക്ലൂഡ് ചെയ്യും. And if any assessee does not pay any installment within due date, shall be deemed to be an assessee in default in respect of such installment. ഇൻസ്റ്റാൾമെൻറ്റിൽ അത് പേ ചെയ്തില്ലെങ്കിൽ സെക്ഷൻ 218 പ്രകാരം അസസി ഇൻ ഡിഫോൾട്ട് എന്നുള്ള കാറ്റഗറിയിലോട്ട് കൊണ്ടുവരും. മനസ്സിലായി? Any sum other than penalty or interest paid by an assessee as an advance tax shall be treated as a payment of tax, and credit for such shall be given to the assessee in the regular assessment. അതായത് എന്ത് ചെയ്യാം? അങ്ങനെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്ന എമൗണ്ടിനെ നമുക്ക് നമ്മുടെ റെഗുലർ അസസ്മെൻറ്റിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ക്രെഡിറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇത്രയും രൂപ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാലൻസ് എമൗണ്ട് മാത്രം അടച്ചാൽ മതി. സോ ചെയ്ത കാര്യം മനസ്സിലായല്ലോ. അഡ്വാൻസ് ടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ആ പ്രോബ്ലം ആണെങ്കിലും. സോ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ നമുക്കൊന്ന് കേൾക്കുക. ഇനി നമുക്ക് 2 പാർട്ടും കൂടെയാണ് ഇതിൻ്റെ പറഞ്ഞത്. ഒരു പാർട്ടിനകത്ത് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ പ്രോബ്ലംസ് കയറി വരും. ആ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഡ്യൂ ഡേറ്റ് നല്ലപോലെ പഠിക്കണം. മനസ്സിലായി? ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ഇതിൻ്റെ പ്രൊസീജിയറാണ്. നമുക്കത് രണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കേൾക്കുക, നല്ലപോലെ മനസ്സിലാക്കുക, ആ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ നിൽക്കുക, എന്നാലേ എനിക്ക് പ്രോബ്ലം ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.